ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നില അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നില അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച്. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയിൽ തളർന്നിവർ വീണിടാതെന്നും വചനം പാധേയമായി നൽകണേ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാം, നാവിൽ നവഗാനം പകർന്നു നൽകൂ. ആരാധ്യനാഥനെ പാടി സ്തുതിക്കാം, നാവിൽ നവഗാനം പകർന്നു നൽകൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ സായാഹ്നത്തിൽ നാമെല്ലാവരും ഈ ദേവാലയത്തിലായിരിക്കുന്നത് ആഘോഷപൂർവകമായ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്ന സ്റ്റീവനെ അനുമോദിക്കുവാൻ, അവനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ്. കർത്താവീശോ മിശിഹ മുറിച്ചു നൽകുന്ന തിരുശരീരവും പകർന്നു നൽകുന്ന തിരുരക്തവും അത് എന്ത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാരായ ബൈജുവും സിമിയും കുടുംബാംഗങ്ങളുമെല്ലാം അവനെ ഒരുക്കി ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ, ഈശോയെ അനുഭവിച്ച്
അത് പങ്കുവെച്ച് ജീവിക്കുവാൻ അവന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന സ്റ്റീവനെയും ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ മകനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവനെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവൻ്റെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവനെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവന് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവനിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവന് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവനെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ ഇവനെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവൻ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവൻ വന്നെത്തട്ടെ. അങ്ങ് ഇവനെ അനുഗ്രഹിക്കണമേ. ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു കീഴാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സദാ പാവനമായി വിളങ്ങുന്നു. വാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീയും നിന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കുമായി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
ദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിയിലുമെന്നെന്നും അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവിലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, സത്യമായും അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ബലവാനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.
മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ബരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു തൻ്റെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കേട്ട് മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തൻ്റെ ശരീരം നൽകുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
ഈശോ ഇത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. എല്ലാവരും ഇരിക്കുക. ഈശോ മിശിഹായാൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലൂടെയാണ് നാം എല്ലാവരും ഇപ്പോൾ കടന്നു പോവുക. ഈശോയെ അറിഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് അണിഞ്ഞൊരുങ്ങി, പ്രാർത്ഥിച്ചൊരുങ്ങി, പഠിച്ചൊരുങ്ങി സ്റ്റീവൻ ഈ അൾത്താരയുടെ മുമ്പിൽ മാതാപിതാക്കന്മാരുടെ കൂടെ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ 2-3 അവസരങ്ങളിലാണ് കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ അണിയിച്ചൊരുക്കി അൾത്താര മുമ്പിൽ കൊണ്ടുവരിക. ഒന്ന്, മാമോദിസ നൽകുന്ന അവസരത്തിൽ തലതൊടുന്ന ആളുകളുടെ കൂടെ മാതാപിതാക്കന്മാരവരെ ആനയിച്ച് കൊണ്ടുവരുന്നു. രണ്ടാമതായിട്ട് അവരെ ആനയിച്ച് കൊണ്ടുവരിക ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന അവസരത്തിൽ. മൂന്നാമതായിട്ട് അവർ വിവാഹ അന്തസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിൽ വിവാഹത്തിനായിട്ട് അവരെ അണിയിച്ചൊരുക്കി മാതാപിതാക്കന്മാർ കൊണ്ടുവരുന്നു. ഇനി അതല്ല, അച്ഛനാകുകയാണെങ്കിൽ അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകുകയാണെങ്കിൽ അതിനൊക്കെ മാതാപിതാക്കന്മാരാണ് ആനയിച്ച് കൊണ്ടുവരിക. തങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രൈസ്തവ വിശ്വാസം തങ്ങളുടെ മക്കളിലൂടെ അത് വരും തലമുറകളിലേക്കും പകർത്തപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് ഈ കൂദാശ സ്വീകരണങ്ങൾക്കായിട്ട് മാതാപിതാക്കൾ അവരെ ആനയിച്ച് കൊണ്ടുവരിക. ഇവിടെ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിച്ച് യോഗ്യതയോടുകൂടി വേണം ഈ അപ്പം ഭക്ഷിക്കുവാനെന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചത് അനുസ്മരിച്ച് യോഗ്യതാപൂർവം കർത്താവ് വെച്ച് നീട്ടുന്ന കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനായിട്ട് ഏറെ ആഗ്രഹത്തോടെ സ്റ്റീവനും ഇവിടെ ആയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. അറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത്യധികമാണ്. അതുകൊണ്ട് തന്നെ 10-ാം പീയൂസ് മാർപ്പാപ്പയോട് പത്രപ്രവർത്തകർ അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം ചോദിച്ചൊരു ചോദ്യം പലപ്പോഴും നിങ്ങളും കേട്ടിട്ടുണ്ടാകും പ്രസംഗത്തിലൂടെയൊക്കെ. മാധ്യമപ്രവർത്തകർക്ക് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ആൻസർ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്യധികമായ സന്തോഷമുണ്ടായത് എന്ന് കരുതിയിട്ട് തന്നെയാണ് മാർപ്പാപ്പയായപ്പോൾ അദ്ദേഹത്തോട് ഇപ്രകാരം ഒരു ചോദ്യം അവർ ചോദിച്ചത്. എന്നാൽ അവർ പ്രതീക്ഷിച്ച ഒരു ഉത്തരമായിരുന്നില്ല 10-ാം പീയൂസ് മാർപ്പാപ്പ നൽകിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ഓർക്കുവാൻ സാധിക്കുന്ന ദിവസമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഹോളി കമ്മ്യൂണിയൻ സ്റ്റീവൻ സ്വീകരിക്കുന്ന ഈ ദിവസവും അവൻ്റെ ജീവിതത്തിലെ ഒരു അവസ്മരണീയ ദിനമാക്കി മാറ്റുവാനായിട്ട് ആണ് ഇവൻ്റെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളുമെല്ലാം പരിശ്രമിച്ചത്. ഞാൻ ഈ ആഴ്ച മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, എത്രമാത്രം ഒരുക്കങ്ങളാണ് ഇവരിവിടെ ഈ ദേവാലയത്തിലും ഈ ഹോളിലുമൊക്കെ ആയിട്ട് ചെയ്തതെന്ന് ഞാൻ കാണുകയാണ്. അപ്പോൾ ഇതൊരു മെമ്മറബിളായിട്ടുള്ള ദിവസമായിട്ട് എന്നും അവനിലുണ്ടാവണമെന്നുള്ള ചിന്തയാണ് ഈ നീണ്ട ദിവസങ്ങളിലെ ഒരുക്കവും പ്രയത്നവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീവൻ്റെയും ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുവാനായിട്ടുള്ള
ഒരു ദിവസമായിട്ട് ഇത് അവൻ്റെ ജീവിതത്തിൽ മുദ്രിതമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വളർച്ചയുടെ പാതയിലാണ് വിശ്വാസത്തിലും വളരുക. ഇപ്പോൾ ആദ്യ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ആഘോഷപൂർവകമായി ഈ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോഴും യേശു ആരെന്ന് കൃത്യതയോടുകൂടി പറയുവാനായിട്ടൊന്നും അവനായിട്ടില്ല. വളർച്ചയുടെ പാതയിൽ മാതാപിതാക്കന്മാരുടെ സഹായത്തോടെ, അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ അധ്യാപകരുടെ സഹായത്തോടെയൊക്കെ ആണ് വളർച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസത്തിൽ വളരുവാനായിട്ട് വിശ്വാസ സമൂഹ അംഗങ്ങളായ നാമെല്ലാവരും കടപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് എന്ന് സമൂഹത്തെ, നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ മക്കളെയും ഇതുപോലെ തന്നെ വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് പരിശീലിപ്പിക്കുവാൻ, അവരെ നയിക്കുവാൻ ഒക്കെയുള്ള ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലുമുണ്ട് എന്ന് ഓർക്കുക. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇത് തന്നെയാണ്. യോഗ്യതയോടുകൂടി വേണം ഈ അപ്പം ഭക്ഷിക്കുവാനായിട്ടെന്ന്. അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മളവിടെ കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് പരിശുദ്ധമായ ഹൃദയത്തോടെ നിർമ്മലമാക്കപ്പെട്ട മനസ്സോടുകൂടിയാണ് സ്റ്റീവൻ ഇവിടെ ദൈവത്തിനു മുമ്പിൽ ആയിരിക്കുക. അപ്പോൾ കർത്താവ് അവനിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ അവനുണ്ടാകുന്ന ആ സന്തോഷം അത് എന്നും ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മെമ്മറബിളായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ അതേ അനുഭവത്തോടുകൂടി തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് സ്റ്റീവനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ, യോഗ്യതയോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അനുഭവമായിട്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സദൃശ്യത്തിൽ നമ്മുടെ കർത്താവിശ്വമിശിഹ തന്നെയാണ് എന്നിലേക്ക് കടന്നു വരുന്നതെന്ന് ആ സന്തോഷത്തോടുകൂടി ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട്, അല്ലെങ്കിൽ ആ ദിവസം സന്തോഷത്തോടെ ജീവിക്കുവാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദിവസവും തുടർന്നുമൊക്കെ അത് നമ്മെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകുന്ന ആ സന്തോഷവും ആ സമാധാനവും എത്രയോ വലുതാണ് എന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചവരാണ് നാം ഓരോരുത്തരും. കുമ്പസാരം എന്ന കൂദാശയുടെയും പ്രാധാന്യം എത്രയോ വലുതാണ് എന്ന് ഇന്ന് ഞാൻ വട്ടായിൽ അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സെൻറ്റ് മേരീസിൽ കുമ്പസാരിപ്പിച്ചിട്ട് വന്നതാണ്. എത്രയോ ആളുകൾ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി കുമ്പസാരം എന്ന കൂദാശ നടത്തിയിട്ട് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട്, പ്രസാദപരത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ജനം ആഗ്രഹിക്കുന്നു എന്ന് കുമ്പസാരക്കൂടിലിരിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സ്റ്റീവൻ ഈ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഈ ആൾക്കാർ മുമ്പിലായിരിക്കുമ്പോൾ ഈ വിശുദ്ധ ബലിയിൽ അവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെയും ഓരോരുത്തരുടെയും വിശുദ്ധ കുർബാന സ്വീകരണം അതൊരു അനുഭവമായിട്ട് എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് ഭക്തിയാദരപൂർവ്വം ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട്, ബലികളിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം തൂകിടട്ടെ. ദൈവമേ, പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ദാരിദ്ര്യ ദുഃഖമകറ്റി അവനിയെ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ. ദൈവമേ, പ്രാർത്ഥന കേട്ടുകനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നീറും നിരാശയിൽ
പ്രത്യാശയേകണേ, പാപികൾക്കാശ്രയം നൽകിടണേ. ദൈവമേ പ്രാർത്ഥന കേട്ടുകഴിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നീറുറ്റ നീതിയും നിർമായ സ്നേഹവും മാനവരാശിയിൽ പൂകിടട്ടെ. ദൈവമേ പ്രാർത്ഥന കേട്ടുകഴിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതർകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണവുമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിലവുമിതാ, പാവനബലിപീഠേ, സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാരവനിരയോടു ചേർന്നേറും പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. കൂടെ
തേടുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലസൃഷ്ടിക്കുമുള്ള അതിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യ നിജീവനും കാരണമാവട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പ്രകാശിപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യതരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ബൈബിൾജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹായുടെ
സുഖാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഈശഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുവരാജാവാൻ വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ആകുലരുമായ ഈ ദാസർ തിരുനാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച്
ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായിക്കും, ഞങ്ങളുടെ സഭാ തലവനായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തയ്ക്കും, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തയ്ക്കും, മേലധ്യക്ഷനായ മാർ ജോസ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും, പുരോഹിതന്മാർ, മിശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മിഷണറിമാർ എന്നിവർക്കും, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, മറ്റെല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കായിട്ടുള്ള മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ
എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും പരിശുദ്ധമായ ഈ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമൊഴിന്റെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദനോട് സമീപിക്കാം. അന്താത്മനുള്ള വാനാശനത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ,
പരിരക്ഷണമതിനി നിണവും തിരുമേയും അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനുമതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ അങ്ങ് പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥന കർത്താവേ, അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആലപിക്കുവാൻ ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കുവാൻ സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് നൽകുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സഹോദര വരുവിൻ, മാലാഖമാർ പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്ന സ്റ്റീവന് ആദ്യം വിശുദ്ധ കുർബാന നൽകുന്നു. അതിനുശേഷം മാതാപിതാക്കന്മാർ, ബന്ധുക്കൾ ആ ക്രമത്തിൽ വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ആഹാ
സൃഷ്ടിച്ച നാഥ കർമ്മങ്ങളാൽ ഞാൻ പിഴച്ചൊട്ടു വീണു. നൈർമല്യമോടെന്നെ സൃഷ്ടിച്ച നാഥ കർമ്മങ്ങളാൽ ഞാൻ പിഴച്ചൊട്ടു വീണു. സ്ലീവായിലേറി കരം നീട്ടി എന്നെ നീ വീണ്ടും രക്ഷിച്ചു പ്രത്യാശ നൽകി. സ്ലീവായിലേറി കരം നീട്ടി എന്നെ നീ വീണ്ടും രക്ഷിച്ചു പ്രത്യാശ നൽകി. നിത്യം യുഗാന്ത്യത്തിൽ നീ കിടുമ്പോൾ നിർത്തേടവിന്നെ വലംഭാഗമീശോ. നിത്യം യുഗാന്ത്യത്തിൽ നീ കിടുമ്പോൾ നിർത്തേടവിന്നെ വലംഭാഗമീശോ. രംഗത്തിൽ ആനന്ദമായി വന്നാലും ഈശോ പുനർജീവനേകാം. സ്വർഗീയ യാത്രയ്ക്കു പാഥേയമായും നിത്യവിരുന്നിന്റെ അച്ചാരമായും. സ്വർഗീയ യാത്രയ്ക്കു പാഥേയമായും നിത്യവിരുന്നിന്റെ അച്ചാരമായും. രോഗങ്ങളാറ്റും മരുന്നായുമെന്നിൽ നീ വാഴണം. നിന്നിൽ എത്തും വരയ്ക്കും രോഗങ്ങളാറ്റും മരുന്നായുമെന്നിൽ നീ വാഴണം. നിന്നിൽ എത്തും വരയ്ക്കും നിത്യം യുഗാന്ത്യത്തിൽ നീ കിടുമ്പോൾ നിർത്തേടവിന്നെ വലംഭാഗമീശോ. നിത്യം യുഗാന്ത്യത്തിൽ നീ കിടുമ്പോൾ നിർത്തേടവിന്നെ വലംഭാഗമീശോ. രംഗത്തിൽ ആനന്ദമായി വന്നാലും ഈശോ പുനർജീവനേകാം. സ്ലീവായിൽ ജീവൻ വെടിഞ്ഞു നരക്കായി പാതാളമുൾപൂങ്ങി ഉദ്ധാനമാർന്നു. സ്ലീവായിൽ ജീവൻ വെടിഞ്ഞു നരക്കായി പാതാളമുൾപൂങ്ങി ഉദ്ധാനമാർന്നു. കുർബാനയായി നീ എന്നും ഈശോ കാരുണ്യപൂർവം വരും നിന്റെ ഉള്ളിൽ. കുർബാനയായി നീ എന്നും ഈശോ കാരുണ്യപൂർവം വരും നിന്റെ ഉള്ളിൽ. രംഗത്തിൽ ആനന്ദമായി വന്നാലും ഈശോ പുനർജീവനേകാം. കൈവെള്ളയിൽ താണിറങ്ങി നാവിൻ തുമ്പിൽ നീയണിഞ്ഞു. നിത്യജീവൻ പകർന്നു തന്നു വെണ്മയാർന്നൊരോസ്തിയായി. കൈവെള്ളയിൽ താണിറങ്ങി നാവിൻ തുമ്പിൽ നീയണിഞ്ഞു. നിത്യജീവൻ പകർന്നു തന്നു വെണ്മയാർന്നൊരോസ്തിയായി. ഈശോ അണയും നേരം ജീവൻ ധന്യമാകും നിമിഷം. ഓ എൻ ഈശോ
കൈവെള്ളയിൽ നീ വരുന്നു, കൈപിടിച്ചു വഴി നടത്താൻ നാവിൽ നീയലിഞ്ഞിടുന്നു, വചനത്തിൻ മധുമൊഴിയാൻ. കൈവെള്ളയിൽ നീ വരുന്നു, കൈപിടിച്ചു വഴി നടത്താൻ നാവിൽ നീയലിഞ്ഞിടുന്നു, വചനത്തിൻ മധുമൊഴിയാൻ. ഹൃദയത്തിൽ നീ വസിപ്പൂ, ഹൃത്തിൽ തികൾ കേട്ടിരാ. ഹൃദയത്തിൽ നീ വസിപ്പൂ, ഹൃത്തിൽ തികൾ കേട്ടിരാൻ. ഈശോ അണയും നേരം ജീവൻ ധന്യമാകും നിമിഷം. ഓ എന്നീശോ അണയും നേരം കാത്തവരമഴക സമയം. നീ വസിക്കുമെൻ ഹൃദയം, നിൻഹിതത്തിൻ ദൈവരാജ്യം. നീ പണിയുമെൻ ഭവനം, നിൻ സ്നേഹത്തിൻ സ്വർഗരാജ്യം. നീ വസിക്കുമെൻ ഹൃദയം, നിൻ ഹൃദയത്തിൻ ദൈവരാജ്യം. നീ പണിയുമെൻ ഭവനം, നിൻ സ്നേഹത്തിൻ സ്വർഗരാജ്യം. അങ്ങു വാസമായിടുമ്പോൾ നിറവാകും കുറവുകൾ. അങ്ങു വാസമായിടുമ്പോൾ നിറവാകും കുറവുകൾ. കൈവെള്ളയിൽ താഴിറങ്ങി, നാവിത്തുമ്പിൽ നീയലിഞ്ഞു, നിത്യജീവൻ പകർന്നു തന്നു, വെണ്മയാർന്നൊരു സ്ത്രീയാ. ഈശോ അണയും നേരം ജീവൻ ധന്യമാകും നിമിഷം. ഓ എന്നീശോ അണയും നേരം കാത്തവരമഴക സമയം. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ലെറ്റ്സ് സ്റ്റാൻഡ് ആൻഡ് പ്രേ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവുമായ ദിവ്യരഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകുകയും ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ ആശ്വദിക്കണമേ. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മെശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവുമായ ഈ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുമുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതുമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു.
സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഹിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജപമാലയും മുത്തിരിയും ബന്ധിച്ച് സ്റ്റീവൻ നൽകുകയാണ്. രക്ഷാകർമ്മത്തിൽ പങ്കാളിയാകുവാൻ കന്യകാമാതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ കൊന്തയെ ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിത്തതയോടുകൂടി ജീവിക്കുവാൻ അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുകരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും എപ്പോഴും അങ്ങയുടെ തിരുമഷ്ടം നിറവേറ്റുവാനും ഈ ഉത്തരീയം ധരിക്കുന്ന ഈ മകനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ